ഹായ് ഗൈസ്, അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇന്ന് തൊട്ടുള്ള വീഡിയോയിൽ ഞാൻ എൻ്റെ സൗണ്ട് കൂടി ഉൾപ്പെടുത്തുന്നുണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല, ലാസ്റ്റ് വീഡിയോസൊക്കെ ചെയ്ത സമയത്ത് കുറച്ച് പേര് പറയുന്നുണ്ടായിരുന്നു പറഞ്ഞ് ചെയ്യുവാണെങ്കിൽ അത് കുറച്ചും കൂടി മനസ്സിലാകും എന്നുള്ളത്. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് സൗണ്ടും കൂടി വെക്കാമെന്ന് വിചാരിക്കുന്നത്. ഫസ്റ്റ് ടൈം ആയിട്ട് കുറച്ച് തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും, ഒന്ന് സഹകരിക്കണം. അപ്പം വരുന്ന വീഡിയോസിലൊക്കെ ഞാൻ ഓഡിയോയും നല്ലപോലെയൊക്കെ ആക്കി എടുക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പം ഞാനിതിൽ ബേസിക് ഷേപ്പേ കൊടുത്തിട്ടുള്ളൂ, വലിയ ഡീറ്റെയിൽഡ് ഒന്നുമല്ല കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ തംബ്നെയിലിനകത്ത് കാണിച്ചിരുന്ന ലെക്സോ ജൂനിയറിൻ്റെ ഒരു ഇമേജാണ് കാണിച്ചിരുന്നത്. ലെക്സോ ജൂനിയറിനെ ഇതിനകത്ത് ഞാനിപ്പോൾ കൊണ്ടുവന്നിട്ടില്ല. അപ്പം അതേപോലെ തന്നെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് പറയാം, ഡ്യൂപ്ലിക്കേറ്റ് ലെക്സോ ജൂനിയർ നമുക്ക് ഇതിൻ്റെ പേരിടാം. ഓക്കെ, അപ്പം ഈ ഒരു ക്യാരക്ടറിനെയാണ് നമ്മൾക്ക് ഇന്ന് റിഗ്ഗി ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ബോഡി പാർട്സാണ് ഇതിനകത്ത് കാണിക്കുന്നത്. ഇവിടെ മെയിൻലി ഞാൻ ഗ്രൂപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അത് ഞാൻ ഇപ്പോൾ തൽക്കാലത്തെ കളയാനാണ്. അത് നേരത്തെ ചെയ്തതിൻ്റെ ആയിരുന്നു, ആദ്യം തൊട്ട് ചെയ്ത് കാണിക്കാം നിങ്ങൾക്ക് എങ്ങനെയാണ് അതിൻ്റെ ഗ്രൂപ്പ് വരുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പം ആദ്യത്തെ ഈ രണ്ട് പേര്, അതായത് പി സിലിണ്ടർ എന്നാണ് പേര് കൊടുത്തേക്കുന്നത്, പറ്റുണ്ടെങ്കിൽ ബേസിൽ നിന്ന് തന്നെ പേര് കൊടുക്കുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ ഞാൻ ആ ഒരു പേര് ഞാൻ തൽക്കാലം Ctrl+G അടിച്ച് പേര് കൊടുക്കുന്നുണ്ട്. മനസ്സിലാകാൻ വേണ്ടിയാണ് ആ ഒരു പേര് ഞാൻ കൊടുക്കുന്നത്. ബേസ് എന്ന് പറഞ്ഞ പേര് കൊടുത്തു. അടുത്ത സെറ്റ് വരുന്നത്, അതായത് നമ്മളുടെ ഇവിടുന്ന് മേളിലോട്ടുള്ള പോർഷൻ, അതെന്തൊക്കെയാണ് വരുന്നതെന്നുള്ളത് നോക്കിയെടുക്കണം നിങ്ങൾ. ഇപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ മോഡലിനനുസരിച്ച് വ്യത്യാസം വരാം. അപ്പം ഞാൻ ജസ്റ്റ് ഇപ്പോൾ എൻ്റെ ഈ ഒരു മോഡലിനെയാണ് റിഗ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു 3 പോർഷൻസാണ് അവിടെ വരുന്നത്. അതിന് ഞാൻ പേര് കൊടുക്കാൻ പോകുന്നത് ലെഗ് 1 എന്ന് പറഞ്ഞാണ് പേര് കൊടുക്കുന്നത്. ലെഗ് 1. അതുപോലെ തന്നെ അടുത്ത പോർഷൻ അത് രണ്ട് പീസേ വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ അതിന് ഞാൻ പേര് കൊടുക്കുന്നത് ലെഗ് 2 എന്ന് പറഞ്ഞാണ് പേര് കൊടുക്കുന്നത്. ഓക്കെ, ലെഗ് 2. നെക്സ്റ്റ് ഹെഡിൻ്റെ ഭാഗമാണ് ഇനി വരുന്നത്. അപ്പോൾ ഈ ഹെഡിൻ്റെ ഭാഗത്ത് വരുന്ന പാർട്സ് എല്ലാം, ഉള്ളിലുള്ള ബൾബ് അടക്കം വേണം സെലക്ട് ചെയ്യാനായിട്ട്. അതെല്ലാവരും കൂടി സെലക്ട് ചെയ്ത് Ctrl+G അടിക്കുക. ഗ്രൂപ്പിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്, Ctrl+G, അത് ഓർത്ത് വെച്ചേക്കാം. അപ്പം Ctrl+G അടിച്ചു, പേര് കൊടുക്കുക ഹെഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഗ്രൂപ്പുകളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഔട്ട്ലൈനറാണ് മെയിനായിട്ട് നോക്കേണ്ട ഒരു കാര്യം. ഇപ്പോൾ ഫസ്റ്റ് ബേസിക് പഠിക്കുന്ന ഒരാൾക്കാരാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക, വിൻഡോസിനകത്താണ് ഔട്ട്ലൈനർ ഓപ്ഷൻ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യം ചെയ്ത് വെച്ചിട്ടുണ്ട്, ഗ്രൂപ്പൊക്കെ സെറ്റ് ചെയ്തു. ഇനി റിഗ് എങ്ങനെ സെറ്റ് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ റിഗിങ് എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്കറിയാം, ആനിമേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ അല്ല, ഇവിടെ ഓപ്ഷൻസ് മാറി കിടക്കാൻ ചാൻസ് ഉണ്ട്. അതിൽ റിഗിങ് എന്ന് പറയുന്ന ഓപ്ഷൻ വേണം നിങ്ങൾ ഓണാക്കി ഇടാൻ വേണ്ടി. ഓക്കെ, ആ ഒരു ഓപ്ഷൻ ഓണാക്കിയ ശേഷം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, സ്കെൽട്ടനകത്തോടി നമുക്ക് ക്രിയേറ്റ് ജോയിൻറ്റ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വഴിയാണ് റിഗ് സെറ്റ് ചെയ്യുന്നത്. അതായത് നമുക്ക് ബോൺ വെച്ച് കൊടുക്കുന്നത്. ബോൺ വെച്ച് കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങളൊരു കാര്യം, ഇപ്പോൾ ഒരു റിഗ്ഗിങ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഓക്കെ അറിയാൻ പറ്റും. ഫസ്റ്റായിട്ട് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ, ബിഗിനേഴ്സിന് വേണ്ടിയാണ് ഈ കാര്യം പറയുന്നത്, സെറ്റിങ്സിനകത്ത് ഓറിയൻറ്റ് ജോയിൻറ്റ് ടു വേൾഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഓൺ ആക്കിയിട്ടേക്കാണ്. ഇപ്പോൾ എൻ്റെ ഓൾറെഡി ഓണാണ്. നിങ്ങളുടെ സിസ്റ്റത്തിൽ വരുമ്പോൾ ഫസ്റ്റായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഇതൊന്ന് ചെക്ക് ചെയ്തേക്കാം. ഓറിയൻറ്റ് ടു ജോയിൻറ്റ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ഓൺ ആണോ നോക്കിയേക്കാം. ഓക്കെ, ഇപ്പോൾ എൻ്റെ ഇത് ഓണാണ്, ഞാനത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നേരെ റിഗ് സെലക്ട് ചെയ്യുക. ഇവിടെ വരുന്നത് സ്കെൽട്ടനിൽ ഫസ്റ്റത്തെ ഓപ്ഷൻ ക്രിയേറ്റ് ജോയിൻറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട്. പക്ഷേ ഇവിടെ ആയിട്ട് നമുക്കിപ്പോൾ വരക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, റിഗ് വരക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, സൈഡ് വ്യൂസ് യൂസ് ചെയ്യുക. സൈഡ് വ്യൂസ് ആകുമ്പോൾ നമുക്ക് ബെറ്റർ ആയിരിക്കും. സൈഡ് വ്യൂസ് എന്ന് ഉദ്ദേശിച്ച് ഇപ്പോൾ ഇത് ഫ്രണ്ട് ആണെങ്കിലും നമ്മളുടെ ഒബ്ജക്റ്റിൻ്റെ സൈഡ്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പോൾ ആ ഒരു വ്യൂ നമ്മൾ സെലക്ട് ചെയ്തു, നേരെ അവിടെ റിഗ് വരച്ചു കൊടുക്കുക. ജോയിൻറ്റ്സിൻ്റെ അവിടെ തന്നെ പോയി റിഗ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി, വന്നോളും. ഓക്കെ, അടുത്ത സ്ഥലത്ത് അതുപോലെ തന്നെ ടിപ്പിൻ്റെ ഭാഗത്തും. ഇതായിരിക്കും നമ്മളുടെ ബേസിക് റിഗ് വരുന്നത്. അപ്പോൾ അതിൻ്റെ പേര് നമ്മളപ്പോൾ തന്നെ ഔട്ട്ലൈനറിൽ കൊടുത്തു പോവുക. അതാണ് അതിൻ്റെ ഒരു ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ. ലാസ്റ്റത്തേക്ക് വെക്കരുത്, ആ ടൈമിൽ തന്നെ പേര് കൊടുക്കുക. അപ്പോൾ ഞാൻ ഫസ്റ്റത്തെ പേര് ബേസ് സ്കിൻ എന്ന് പറഞ്ഞാണ് അതിൻ്റെ പേര് കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ 3 ടൈപ്പ് റിഗുകളാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഒന്ന് FK, ഒന്ന് IK, ഒന്ന് ഇതിനെ രണ്ടിനെയും കൂടി ബേസ് ചെയ്തുള്ള സ്കിൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ. ഓക്കെ, അപ്പോൾ ബേസ് I, ഇനി അത് ലെഗ് 1 സ്കിൻ. അടുത്തത് ലെഗ് 2 സ്കിൻ. നെക്സ്റ്റ് ഹെഡ് സ്കിൻ. ഹെഡ് ടിപ്പ് സ്കിൻ. ഓക്കെ, അപ്പോൾ 3 ടൈപ്പിലുള്ള റിഗുകളാണ് ഇനി സെറ്റ് ചെയ്യാൻ പോകുന്നത്. സ്കിന്നായി. ഇനി നമുക്ക് വേണ്ടത് FK, IK എന്ന് പറയുന്ന ഓപ്ഷൻസിന് വേണ്ടിയുള്ള റിഗുകളാണ്. അപ്പോൾ ഞാൻ ഒരു കോപ്പി ഇതിൻ്റെ എടുത്തിട്ടുണ്ട്. ഉണ്ടോ, ഒരു കോപ്പി എടുക്കുക. അത് അവിടെ തന്നെയാണ് വെക്കേണ്ടത്, സ്ഥലമൊന്നും മാറ്റി വെക്കരുത്. അതിൻ്റെ പേര് നമുക്ക് ചേഞ്ച് ചെയ്യണം. ഇപ്പോൾ സ്കിൻ എന്നുള്ള തന്നെ പേരാണ് ഇപ്പോഴും കിടക്കുന്നത്. നമുക്ക് ആ സ്കിന്ന് മാറ്റി അവിടെ FK അല്ലെങ്കിൽ IK ആക്കി കൊടുക്കണം. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത്, സ്കിൻ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഈ ഫുൾ സ്കിൻ സെലക്ട് ചെയ്യുക.
നമുക്കറിയാം ഇവിടെ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും. പക്ഷേ അതിനേക്കാൾ എളുപ്പത്തിൽ നമുക്കിവിടെ സെർച്ച് ആൻഡ് റീപ്ലേസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. മോഡിഫൈക്കകത്തൊരു ഓപ്ഷൻ വരുന്നത് സെർച്ച് ആൻഡ് റീപ്ലേസ് നെയിംസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ. ഓക്കെ, അവിടെ നമുക്ക് എന്താണ് പേര് മാറ്റേണ്ടത്. അപ്പോൾ നമുക്ക് മാറ്റേണ്ടത് സ്കിൻ എന്ന് പറഞ്ഞ ഒരു പേരാണ്. ഓക്കെ, അവിടെ ഞാൻ ആ സ്കിൻ എന്ന് പറയുന്ന പേര് ടൈപ്പ് ചെയ്ത് കൊടുത്തു. താഴത്ത് നമുക്ക് അവിടെ എന്ത് പേരാണ് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഓക്കെ, അവിടെ ഐക്ക് ഓൾറെഡി കിടപ്പുണ്ട്. ഞാനിപ്പോൾ സെലക്റ്റഡ് എന്ന് പറയുന്ന ഓപ്ഷനാണ് കൊടുക്കേണ്ടത്. ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ടോന്നാണ് സെലക്റ്റഡ് റീപ്ലേസ് ഐക്ക് ആയി. ഇനി FK ഒരു കോപ്പിയും കൂടി എടുത്തു, ഷിഫ്റ്റ് വെച്ച് ഇതെല്ലാം ഓപ്പൺ ചെയ്തു. മോഡിഫൈ സെർച്ച് ആൻഡ് റീപ്ലേസ് ഇവിടെ ഐക്ക് ആക്കി കൊടുക്കുക. താഴത്ത് നേരെ ഓപ്പോസിറ്റ് FK ആക്കി കൊടുക്കുക. ഇനി നമുക്ക് FK ആണ് വേണ്ടത്, അപ്പോൾ അതുകൊണ്ട് FK ആക്കി കൊടുത്തു. സെലക്ട് റീപ്ലേസ് 3 സെറ്റ് റിഗ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. സ്കിൻ, IK, FK എല്ലാം ഒരു സ്ഥലത്ത് തന്നെയാണ് ഇരിക്കുന്നത്. നോക്കുക, ഇനി അതിൻ്റെ നടുക്ക് തന്നെയാണ് എല്ലാം വന്നിരിക്കുന്നത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്ന ഒരു പ്രോസസ്സ്, അതായത് നമ്മുടെ ലെയറിനകത്ത്, അതായത് ഫസ്റ്റ് ആയിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കുക, ചാനൽ ബോക്സിൻ്റെ അവിടെയാണ് ലെയർ ഓപ്ഷൻ കിട്ടുന്നത്. ലെയർ ഓപ്ഷൻ യൂസ് ചെയ്യുന്നത് ഹൈഡ് ചെയ്യാനുള്ള എളുപ്പത്തിനൊക്കെ വേണ്ടിയാണ്. അപ്പോൾ ഞാനിതിപ്പോൾ ഇവിടെ ഓൾറെഡി നേരത്തെ ചെയ്തതിൻ്റെ ലെയേഴ്സ് ഇവിടെ കിടപ്പുണ്ട്. ഇതിനകത്തോട്ടാണ് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത്. ഇപ്പം ആദ്യമായിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ പ്ലസ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലെയർ ആഡ് ചെയ്യാൻ പറ്റും. അതിനകത്തോട്ട് നിങ്ങൾക്ക് ഒബ്ജക്റ്റുകൾ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഞാൻ ഇപ്പോൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ FK എന്ന് പറയുന്ന ഈ ഒരു റിഗിനെ ഇവിടെ FK ഗ്രീൻ കളറാണ് അത് കൊടുത്തേക്കുന്നത്. അതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ആഡ് സെലക്റ്റഡ് ഒബ്ജക്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ആഡ് സെലക്റ്റഡ് ഒബ്ജക്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്തു. അതുപോലെ തന്നെ അത് ഹൈഡ് ചെയ്യാൻ പറ്റും നമുക്കിവിടെ കേട്ടോ. അതുപോലെ തന്നെ ഐക്ക് എടുത്തു. ഐക്കേൻ്റെ റെഡ് കളറാണ് കൊടുത്തിരിക്കുന്നത്. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ആഡ് സെലക്റ്റഡ് ഒബ്ജക്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കളേഴ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ലാസ്റ്റത്തെ സ്കിന്നും ഈ പറഞ്ഞ പോലെ തന്നെ സ്കിൻ വൈറ്റ് കളറാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ആഡ് സെലക്റ്റഡ് ഒബ്ജക്റ്റ്. അതുപോലെ ഏറ്റവും മേളിലത്തത് ബോഡി. നമുക്ക് ബോഡി ആവശ്യമില്ല, നമുക്ക് നേരെ FK തന്നെ സ്റ്റാർട്ട് ചെയ്ത് പോകാം. നേരെ FK സെലക്ട് ചെയ്തു. ഒരു കൺട്രോളർ കൊണ്ടുവരുന്നുണ്ട്. ഒരു കൺട്രോളല്ല, നമുക്ക് ശരിക്കും പറഞ്ഞാൽ 3 കൺട്രോളേഴ്സാണ് ശരിക്കും ഈ FKക്ക് വേണ്ടി ആവശ്യമുള്ളത്. ഞാൻ കർവ്സ് ആൻഡ് സർഫേസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ സർക്കിളാണ് എടുക്കുന്നത്. സ്നാപ്പ് പോയിന്റ് ഓൺ ആക്കുക. സ്നാപ്പ് പോയിന്റ് ഓൺ ആക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ കറക്റ്റ് സെൻറ്റർ പോയിന്റിലോട്ട് നമുക്ക് ഈ ഒരു ഒബ്ജക്റ്റിനെ കൊണ്ടുവന്ന് വെക്കാൻ വേണ്ടി, ഈ സർക്കിളിനെ കൊണ്ടുവന്ന് വെക്കാൻ വേണ്ടിയാണ് ആ ഒരു സ്നാപ്പ് പോയിന്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതിൻ്റെ തന്നെ കോപ്പി എടുത്തു. അടുത്തതിലോട്ട് 2 സ്ഥലത്തോട്ടും വെച്ച് കൊടുക്കുക. ഇപ്പോൾ ഇങ്ങോട്ട് വന്ന് നമുക്ക് ഇങ്ങോട്ട് ആക്കി കൊടുക്കണം. ഇതിനൊന്ന് റൊട്ടേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അത് നിങ്ങളുടെ വർക്ക് അനുസരിച്ച് മാറി വരാം. ഓക്കെ, ഇവിടെ വരാൻ പോകുന്നൊരു മിസ്റ്റേക്ക് ആദ്യം എന്താണെന്നുള്ളത് കാണിച്ചു തരാം. നമ്മൾ സാധാരണ ഒരു ആൾക്കാർ ചെയ്ത് വെക്കുന്നൊരു പരിപാടി എന്ന് പറഞ്ഞാൽ പാരൻറ്റിങ് എന്ന് പറയുന്ന ഓപ്ഷൻ, അതായത് നമ്മുടെ നോർമൽ പാരൻ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് എഡിറ്റിനകത്ത്. ഈ ഒരു ഓപ്ഷൻ കഴിഞ്ഞ വീഡിയോസൊക്കെ നോക്കുകയാണെങ്കിൽ ഇത് മനസ്സിലാവും. ആ ഒരു ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ഒരു മിസ്സിങ് വരാൻ ചാൻസ് കൂടുതലാണ്. അതായത് ഇപ്പോൾ ഇയാളെ സെലക്ട് ചെയ്തു, ഇവിടുത്തെ ഇയാളെ നമ്മൾ കൺട്രോളിനെ സെലക്ട് ചെയ്തു, P ക്ലിക്ക് ചെയ്യുമ്പം ഇതുകൊണ്ട് ഇവിടെ കണക്ഷൻ പോയി. അപ്പോൾ അങ്ങനത്തെ ഒരു ഇഷ്യൂ വരും. അപ്പോൾ അതുകൊണ്ട് നമ്മളവിടെ ആ പാരൻറ്റ് കൊടുക്കരുത്. സോ ഒരു കാര്യം നമ്മളവിടെ ചെയ്തില്ല, പേര് കൊടുത്തിട്ടില്ല. കൺട്രോളേഴ്സിന് പേര് മെയിനായിട്ട് കൊടുത്തിരിക്കണം. ബേസ് കൺട്രോൾ, ബേസ് CTRL ബേസ് കൺട്രോൾ. അതുപോലെ തന്നെ ബാക്കിയുള്ളവർ ലെഗ് 1 കൺട്രോൾ, ലെഗ് 2 ആണത്, ലെഗ് 2 CTRL കൺട്രോൾ. ലാസ്റ്റ് അത് ഹെഡ് കൺട്രോൾ. ഓക്കെ, 3 പേർക്ക് പേര് കൊടുത്തിട്ടുണ്ട്. ആ പേര് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു, ഇപ്പം നോർമൽ പാരൻറ്റിങ് യൂസ് ചെയ്യരുത്. യൂസ് ചെയ്യേണ്ടത് ആദ്യം കൺട്രോളർ സെലക്ട് ചെയ്യുക, റിഗ് സെലക്ട് ചെയ്യുക, കൺസ്ട്രെയിനകത്തുള്ള പാരൻറ്റ് വേണം കൊടുക്കാനായിട്ട്. കൺസ്ട്രെയിനകത്ത് പാരൻറ്റ് ഫസ്റ്റ് തന്നെ ഉണ്ടാവും, അത് കൊടുത്താൽ മതി. അത് കൊടുക്കുമ്പോൾ കുഴപ്പമുണ്ടാവില്ല, നമുക്കിത് വർക്ക് ചെയ്യാൻ തുടങ്ങി. അതുപോലെ എല്ലായിടത്തും കൺട്രോളർ സെലക്ട് ചെയ്തു, അവിടെയുള്ള റിഗ് സെലക്ട് ചെയ്തു, കൺസ്ട്രെയിൻ പാരൻറ്റ്, സെയിം മെത്തേഡ് താഴ്ത്തു, കൺസ്ട്രെയിൻ പാരൻറ്റ്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇപ്പം തന്നെ വർക്ക് ചെയ്തെന്ന് വരത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ കൺട്രോളുകൾ തമ്മിലൊരു കണക്ഷൻ ഇല്ല. അപ്പോൾ ആ കണക്ഷൻ ചെയ്യാൻ വേണ്ടി നമുക്കറിയാവുന്ന മെത്തേഡ് തന്നെ നോർമൽ പാരൻറ്റ് ചെയ്യുക. അതായത് കൺട്രോൾ സെലക്ട് ചെയ്തു, അടുത്ത കൺട്രോൾ സെലക്ട് ചെയ്തു, P ക്ലിക്ക് ചെയ്യുക. മേളിൽ താഴത്തോട്ടാണ് ഞാൻ കൺട്രോൾ കൊടുക്കുന്നത്. ഇയാളെ സെലക്ട് ചെയ്തു, ബേസ് കൺട്രോൾ സെലക്ട് ചെയ്തു, പാരൻറ്റ് ചെയ്യുക. ഇപ്പോൾ ഇത് വർക്ക് ചെയ്ത് തുടങ്ങി. അതുപോലെ മേളിലത്തെ ഭാഗം നോക്കിയാലും കാണാൻ പറ്റും, അവിടെ നമുക്ക് ഇതുപോലെ വർക്കിംഗ് ആയിട്ടുണ്ട്. ഓക്കെ, FKൻ്റെ യൂസ് കഴിഞ്ഞു. FK നമ്മൾ ക്ലോസ് ചെയ്തു. പക്ഷേ FKൻ്റെ കൺട്രോളേഴ്സ് അവിടെ തന്നെ കിടപ്പുണ്ട്. FKൻ്റെ കൺട്രോൾസ് നമ്മൾ എന്ത് ചെയ്യുക, FKൻ്റെ ലെയറിലോട്ട് ആഡ് സെലക്റ്റഡ് ഒബ്ജക്റ്റ് കൊടുക്കുക. അപ്പോൾ നമുക്ക് FKൻ്റെ ഫുൾ അവിടെ തന്നെ നമുക്ക് സെറ്റ് ചെയ്ത് കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മളിനി ചെയ്യുന്നത് IK ഹാൻഡിൽ എന്ന് പറയുന്ന ആ ഒരു ഏരിയയാണ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. FK നമ്മളിപ്പോൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി IK ആണ് നമുക്ക് സെറ്റ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ IKക്ക് വേണ്ടി നമുക്ക് ഒരു കൺട്രോളറിൻ്റെ ആവശ്യം മാത്രമേ വരുള്ളൂ. ആ ഒരു കർവ് സർഫേസ് അപ്പോൾ നമ്മൾ അതിന് വേണ്ടി എടുക്കുക.
കഴ്സർ ഫേസ് എടുക്കുമ്പോൾ അപ്പോൾ ഒരു കാര്യം ഓർക്കേണ്ടത്, നമ്മളെപ്പോഴും ഈ ഒരു ഓപ്ഷൻ സ്നാപ്പ് പോയിൻ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഓൺ ആക്കിയിട്ടിട്ട് നമ്മൾ സെറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റ് ആ ഒരു ഏരിയയിലോട്ട് കൊണ്ടുവന്ന് സെൻറ്റർ പേരിൽ കൊണ്ടുവന്ന് വെക്കാൻ പറ്റും നമുക്ക്. അതിന് വേണ്ടിയാണ് ഞാൻ ഈ ഒരു സ്നാപ്പ് പോയിൻ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ യൂസ് ചെയ്യാൻ വേണ്ടി പറയുന്നത്. ഓക്കെ, സ്നാപ്പ് പോയിൻ്റ് ആവശ്യം കഴിഞ്ഞാൽ അതപ്പോൾ തന്നെ ഓഫ് ചെയ്യണം. അതും വെച്ചുകൊണ്ടിരിക്കരുത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് അത് നമുക്ക് കംപ്ലയിൻറ്റ് മൂവ്മെൻറ്റിലൊക്കെ നമുക്കൊരു പ്രശ്നം വരുന്നതായിട്ട് കാണാൻ പറ്റും. യൂസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട് വരും. ഓക്കെ, അപ്പോൾ അത് ഓഫ് ചെയ്തു. ഇനി നമുക്ക് IK ഹാൻഡിൽ എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾ നേരെ ചെയ്യേണ്ടത് നിങ്ങളുടെ മോഡലിംഗ് മാറ്റി റിഗിങ് ഓപ്ഷനകത്താണ് കിടക്കേണ്ടത്. റിഗിങ് ഓപ്ഷനകത്ത് സ്കെൽട്ടൺ, നമ്മൾ നേരത്തെ എടുത്ത ആ ഒരു സ്കെൽട്ടനകത്ത് തന്നെയാണ് ഈ കാര്യം വരുന്നത്, IK ഹാൻഡിൽ. ഓക്കെ, IK ഹാൻഡിൽ എടുക്കുന്ന സമയത്ത് നിങ്ങൾ അതിൻ്റെ സെറ്റിങ്സ് ഒന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. അതായത് സെറ്റിങ്സിനകത്ത് റൊട്ടേറ്റ് പ്ലെയിൻ സോൾവർ ആണോ കിടക്കുന്നത് എന്നൊന്ന് ചെക്ക് ചെയ്തേക്കാം. ഓക്കെ, അതാണ് ഇപ്പോൾ എൻ്റെ ഇതിൽ ഓൾറെഡി കിടക്കുന്നത്. അപ്പോൾ ഞാനതുകൊണ്ട് ചേഞ്ച് ഒന്നും ചെയ്യുന്നില്ല. ഓക്കെ, ചില സമയത്ത് അവിടെ മാറി വരാൻ ചാൻസ് ഉണ്ട്. നിങ്ങളുടെ യൂസ് അനുസരിച്ച് ചിലപ്പോൾ സിംഗിൾ ചെയിനൊക്കെ യൂസ് ചെയ്തേക്കാം. അപ്പോൾ അതുകൊണ്ടാണ് റൊട്ടേറ്റ് പ്ലെയിൻ എന്ന് പറയുന്ന ഈ ഓപ്ഷൻ യൂസ് ചെയ്യാൻ പറയുന്നത്. ഓക്കെ, റൊട്ടേറ്റ് പ്ലെയിൻ യൂസ് ചെയ്യുക. അതിന് ശേഷം നിങ്ങളിവിടെ സെറ്റ് ചെയ്യുക. അതായത് നമുക്ക് ഇവിടെ നിന്നാണ് നമ്മുടെ IK ഹാൻഡിൽ വരേണ്ടത്. ഞാൻ അവിടെ ആദ്യം ക്ലിക്ക് ചെയ്തു, ഷിഫ്റ്റ് ക്ലിക്ക് ചെയ്ത് പിടിച്ചുകൊണ്ട് എവിടെ ക്ലിക്ക് ചെയ്യുക, നമ്മുടെ ലെഗ് 1ൻ്റെ അവിടെ വന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. കണ്ടോ? അപ്പോൾ നമുക്കത് ഇവിടെ ഒരു ഇതുപോലുള്ളൊരു മൂവ്മെൻ്റ് ആയിരിക്കും നമുക്കിപ്പോൾ അവിടെ അവൈലബിൾ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇനിയാണ് നമ്മുടെ കാര്യം, അതായത് നമ്മുടെ കൺട്രോളിലോട്ട് കണക്ഷൻ കൊടുക്കണം. ഇപ്പോൾ കൺട്രോളിലോട്ട് കണക്ഷൻ ഇല്ല. അപ്പം കൺട്രോളിലോട്ട് കണക്ഷൻ കൊടുക്കാൻ വേണ്ടി രണ്ട് രീതി നമുക്കറിയാം. ഒന്ന് പാരൻറ്റിങ്, അതിന് 2 മെത്തേഡ് ഉണ്ട് അല്ലേ. ഇപ്പം ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് കൺസ്ട്രെയിൻ പാരൻ്റാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മുടെ കൺട്രോൾ സെലക്ട് ചെയ്തു, IK ഹാൻഡിൽ സെലക്ട് ചെയ്തു, കൺസ്ട്രെയിൻ പാരൻറ്റ്. ഇപ്പോൾ നോക്കാം നമുക്കത് വർക്കിംഗ് ആയോ ഇല്ല എന്നറിയണം. യെസ്, നമ്മുടെ കൺട്രോളർ വർക്കിംഗ് ആയിട്ടുണ്ട്. അതായത് മൂവ് ചെയ്യുന്ന സമയത്ത് അത് അതിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ഓക്കെയാണ്. ഓക്കെ ഓക്കെ കൂൾ. അപ്പോൾ അത് നമുക്ക് സെറ്റ് ചെയ്ത് കിട്ടി. ഇനി നമുക്ക് സെറ്റ് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, പഴയ ഒരു മോഡിൽ തന്നെ കൊണ്ടുവന്ന് വെക്കുന്നുണ്ട്. നമ്മൾ മൂവ് ചെയ്ത് വെക്കരുത്. ഇതുണ്ടോ മാറി നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് കറക്റ്റ് പഴയ മോഡിൽ തന്നെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ IK ആയി, FK ആയി. അതുപോലെ തന്നെ ഇനി നമുക്ക് ചെയ്യാനുള്ള എന്താണ്, സ്വിച്ചിങ് എന്ന് പറയുന്ന പ്രോസസ്സാണ്. അതായത് നമ്മൾ ആദ്യം തൊട്ട് പറയുന്നതായിട്ടുള്ള കാര്യം, ഈ ഒരു IK FK ഹാൻഡിൽ നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്ത് കഴിഞ്ഞിരുന്നു. സ്വിച്ചിങ് എന്ന് പറയുന്ന പ്രോസസ്സാണ് നമുക്ക് മെയിനായിട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ അതിനു വേണ്ടി സ്വിച്ചിങ് ചെയ്യാൻ വേണ്ടി ഞാനപ്പോൾ അതിന് സ്വിച്ച് നമുക്കിതിലില്ല. ഇപ്പം ഒരു സ്വിച്ച് ക്രിയേറ്റ് ചെയ്ത് വെക്കാം. ഈ ഒരു സർക്കിൾ ഷേപ്പ് തന്നെയാണ് നമ്മൾ അതിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ സ്വിച്ച് സെറ്റ് ചെയ്യുന്നത് ഇവിടെയാണ്. ഇവിടെ ആയിരിക്കും നമ്മുടെ സ്വിച്ച് വരുന്നത്. ഓക്കെ, ഇത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ ആട്രിബ്യൂട്ട് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് സ്വിച്ച് വർക്ക് ചെയ്യുന്ന രീതിയിൽ. ഓക്കെ, അപ്പോൾ ഞാൻ കൊണ്ടുവന്ന് വെച്ച ശേഷം ഒന്ന് ഫ്രീസ് ചെയ്യുന്നുണ്ട്. കാൽക്കുലേഷൻസ് ഒന്ന് 0 ആക്കി പുതിയൊരു ആഡ് ആട്രിബ്യൂട്ട് കൊടുത്താണ് ഞാനിപ്പം സ്വിച്ച് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അതായത് നിങ്ങളുടെ സർക്കിൾ ഷേപ്പിനെ സെലക്ട് ചെയ്തു, എഡിറ്റിനകത്തുകൂടി നിങ്ങൾക്ക് ആഡ് ആട്രിബ്യൂട്ട് കൊടുക്കാൻ പറ്റും. അതായത് പുതിയ ആട്രിബ്യൂട്ട്സ് നമുക്ക് ആഡ് ചെയ്യാം. ആഡ് ആട്രിബ്യൂട്ട് എടുത്തു, IK FK എന്നുള്ള പേരിൽ ഞാനിവിടെ ഒരു ലോങ് നെയിം കൊടുത്തിട്ടുണ്ട്. അപ്പം മിനിമം ഇരിക്കുന്ന സമയത്ത് എനിക്കിത് വർക്ക് ചെയ്യേണ്ടത് IK ആയിട്ടായിരിക്കും. അതുപോലെ 1 കൊടുക്കുന്ന സമയത്ത്, അതായത് മാക്സിമം 1 ആയിരിക്കുന്ന സമയത്ത് ഇത് വർക്ക് ചെയ്യുന്നത് FK ആയിട്ടായിരിക്കും. ആ ഒരു കാൽക്കുലേഷനിലാണ് നമ്മളിപ്പോൾ സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, ആഡ് ചെയ്ത് കൊടുത്തു, അതിവിടെ വന്നിട്ടുണ്ടാവും. ഉണ്ടോ, 0 ആയിട്ടിരിക്കുന്ന സമയത്ത് IK ആയിട്ട് നമ്മുടെ ലാമ്പ് വർക്ക് ചെയ്യും. FK ആയിട്ടിരിക്കുന്ന, അതായത് 1 ആയിട്ടിരിക്കുന്ന സമയത്ത് FK ആയിട്ടും വർക്ക് ചെയ്യും. ഈ മെത്തേഡിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം. ഓക്കെ ഓക്കെ അപ്പോൾ നമുക്ക് ബോഡീൻ്റെ ആവശ്യം കഴിഞ്ഞ് ഞാനിപ്പോൾ ഒരു ബോഡിയുടെ കൺട്രോളർ, ഈ ഒരു സ്വിച്ച് വെക്കാൻ വേണ്ടിയാണ് ബോഡി ഓൺ ആക്കിയത്. ബോഡി ഓഫ് ചെയ്യുക, ഇതാവശ്യമുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്കിപ്പോൾ ആവശ്യമുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഔട്ട്ലൈനറാണ്. അപ്പോൾ വിൻഡോസിനകത്ത് ഔട്ട്ലൈനർ പോയി ഓൺ ആക്കുക. ഓക്കെ, നമ്മളിവിടെ ഒരു പേര് കൊടുത്തിട്ടില്ല ഈ ഒരു ഒബ്ജക്റ്റിന്, സ്വിച്ച് സ്വിച്ച്. ഓക്കെ, പേര് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ IK ഹാൻഡിലിൻ്റെ കൺട്രോളിന് പേര് കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ അത് ഞാൻ പേര് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു നമ്മുടെ ബോണുകളെ ഒന്ന് ഓപ്പൺ ചെയ്ത് വെക്കുക. 3 ബോണുകളെ ഞാൻ ഓപ്പൺ ചെയ്ത് വെക്കുന്നുണ്ട്. 3 പേരെ ഒരുമിച്ച് കാണാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ സെറ്റ് ചെയ്തേക്കുന്നത്. അതൊന്ന് നോക്കി വെച്ചേക്കുക. FK, IK, സ്കിൻ. ഓക്കെ, ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രോസസ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ 2 പേര്, അതായത് IKനെയും FKനെയും സ്കിന്നിലോട്ട് നമ്മൾ ഗ്രൂപ്പ് ചെയ്യുക. ഗ്രൂപ്പ് എന്ന് വെച്ചാൽ കൺസ്ട്രെയിൻ പാരൻ്റ് വഴിയുള്ള ഓപ്ഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നോർമൽ പാരൻ്റ് അല്ല, കൺസ്ട്രെയിൻ പാരൻ്റാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ബേസ് IK സെലക്ട് ചെയ്തു, ബേസ് സ്കിൻ സെലക്ട് ചെയ്തു. കൺട്രോൾ യൂസ് ചെയ്തുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. ബേസ് IK സെലക്ട് ചെയ്തു, ബേസ് സ്കിൻ സെലക്ട് ചെയ്തു, കൺസ്ട്രെയിൻ പാരൻ്റ് കൊടുക്കുക. ഇതുണ്ട്, ഇതുപോലൊരു ഓപ്ഷൻ നമുക്ക്, അതായത് കൺസ്ട്രെയിൻ പാരൻറ്റിൻ്റെ ഒരു ഓപ്ഷൻ ഇവിടെ നമുക്ക് കിട്ടും. അപ്പം അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ബേസ് FK, ബേസ് സ്കിൻ,
കൺസ്ട്രെയിൻ പാരൻറ്റ്. സെയിം ഓപ്ഷൻ തന്നെ എല്ലാത്തിനും നമ്മൾ റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അതായത് നമ്മുടെ കൺസ്ട്രെയിൻസ് എല്ലാം കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് കറക്റ്റ് ആയോ എന്നറിയാൻ നിങ്ങൾ ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്യുക. ഏതെങ്കിലും ഒരെണ്ണത്തിൽ സെലക്ട് ചെയ്തിട്ട് ഇവിടെ നിങ്ങളുടെ ആട്രിബ്യൂട്ട്സിൻ്റെ അവിടെ ഇതുപോലെ 2 ഓപ്ഷൻസ് വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. IKയും FKയും രണ്ടും വാല്യൂ ഇപ്പോൾ 1 ആണ് കിടക്കുന്നത്. എല്ലാത്തിലും ഇത് വന്നിട്ടുണ്ടാവും. ഇത് വരുന്നതിൻ്റെ എക്സാം ഒരു കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇത് വന്നിട്ടുണ്ടോ എന്ന് ഒന്നുകൂടി കൺഫേം ചെയ്യാൻ വേണ്ടി ഒരു കാര്യം നമുക്ക് കാണിച്ചു തരാം. ഞാനിപ്പോൾ ഇത് FK സെലക്ട് ചെയ്തിട്ടുണ്ട്, റൊട്ടേറ്റ് ചെയ്ത് കൊടുത്തു. ഇതുകൊണ്ട് FK റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് കൂടെ അതിൻ്റെ സ്കിന്നും മൂവ് ചെയ്യുന്നുണ്ട്. ഉണ്ടോ? FK റൊട്ടേറ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ അതിൻ്റെ ഈ ഒരു ഭാഗം, അതായത് നമ്മുടെ സ്കിന്ന് റൊട്ടേറ്റ് ചെയ്തു അല്ലേ. പക്ഷേ അവിടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കിൻ ഇപ്പോൾ 2 പേർക്കും ഈക്വൽ ആയിട്ടാണ് നിൽക്കുന്നത്. അതായത് IKൻ്റെ കൂടെ അത് ട്രാവൽ ചെയ്യുന്നുണ്ടാവും, അതേ ടൈമിൽ തന്നെ FKൻ്റെ കൂടെ അത് ട്രാവൽ ചെയ്യുന്ന രീതിയിലാണ് ഇപ്പം നിൽക്കുന്നത്. അത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഇവിടെ ബേസിൻ്റെ ആയാലും ഏതിൻ്റെ ആയാലും സ്കിൻ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഞാൻ പറഞ്ഞു ഇപ്പം IK FK വന്നിട്ടുണ്ടെന്നല്ലേ. അതിൻ്റെ രണ്ടിൻ്റെയും വാല്യൂ 1 ആണ് കിടക്കുന്നത്. അപ്പം 1 കിടക്കുന്നതായിരിക്കും വർക്ക് ചെയ്യുന്നത്. അപ്പം 2 പേരുടെ കൂടെ ഇപ്പോൾ ഇത് വർക്ക് ചെയ്യും. ഒരാളുടെ 0 എന്ന് വെച്ചു. ഇപ്പോൾ ഇത് FK എല്ലാത്തിൻ്റെയും 0 എന്ന് വെച്ചു. അതായത് ലെഗും, ലെഗ് 2, ഹെഡ് 2, ഹെഡ് ടിപ്പും എല്ലാം 0 ആണെന്ന് വെച്ചു FK. അപ്പോൾ അത് വർക്ക് ചെയ്യുന്നത് 1 ആയിട്ടുള്ള IKൻ്റെ കൂടെ ആയിരിക്കും. ആ ഒരു കോൺസെപ്റ്റാണ് ഇവിടെ നമുക്ക് ഫോളോ ചെയ്യാൻ പോകുന്നത്. ആനിമേഷൻ ഓപ്ഷനകത്തുകൂടിയാണ് നമുക്കിത് വർക്ക് ചെയ്യാൻ വേണ്ടി. അതായത് സെറ്റ് ഡ്രിവൻ കീ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പ്രോസസ്സ് പോകുന്നത്. അപ്പോൾ ആനിമേഷൻ സെലക്ട് ചെയ്തു, കീ എന്ന് പറയുന്ന ഓപ്ഷനകത്താണ് സെറ്റ് ഡ്രിവൻ കീ കിട്ടുന്നത്. സെറ്റ് ഡ്രിവൻ കീൻ്റെ സെറ്റിങ്സിൽ വേണം ക്ലിക്ക് ചെയ്യാനായിട്ട്. ആ ഒരു കാര്യം ഓർത്തേക്കാം. സെറ്റ് ഡ്രിവൻ കീൻ്റെ സെറ്റിങ്സിൽ വരാം. ഓക്കെ, അപ്പോൾ ഈ സെറ്റ് ഡ്രിവൻ കീ എന്താണെന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അതൊന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് സെറ്റ് ഡ്രിവൻ കീൻ്റെ ഇതിൽ വരുന്നത് സ്വിച്ച് ആണ് നമുക്ക് ഡ്രൈവറായിട്ട് വരിക. ഡ്രൈവറായിട്ട് കൊടുത്തു. ബാക്കി ഈ ഒരു സ്കിന്നിൻ്റെ ഇവിടെ വന്നേക്കുന്ന പാരൻറ്റ് കൺസ്ട്രെയിൻറ്റുകളാണ് ഡ്രിവനായിട്ട് വരാം. ഉണ്ടോ? ഇവരെല്ലാവരും ഡ്രിവനായിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ സ്വിച്ച് സെലക്ട് ചെയ്തു, IK സെലക്ട് ചെയ്തു. IK ഇവിടെ ഓൾറെഡി വന്നിട്ടുണ്ടാവും. നമ്മൾ ആഡ് ആട്രിബ്യൂട്ട് കൊടുത്തായിരുന്നു. 0 ആയിട്ടിരിക്കുന്ന സമയത്ത് IK ആണ് വർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്കറിയാം. അപ്പോൾ ഇവർ രണ്ടുപേരും സെലക്ട് ചെയ്യുക. IK ആണ് വർക്ക് ചെയ്യേണ്ടത്. അപ്പം IKൻ്റെ അവിടെ 1ഉം താഴത്തുള്ള ഭാഗത്ത് 0 ആയിരിക്കും. എല്ലായിടത്തും അതേ കാര്യം. അത് ഇവിടെ മാത്രം കൊടുത്താൽ പോരാ, ഇവിടെ കീ ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. എങ്കിൽ മാത്രമേ അത് വർക്കൗട്ട് ആവത്തുള്ളൂ. റിസൾട്ട് 1 എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, സ്വിച്ച് IK ഇവിടെ ഓക്കെ 0 ആണ്. അടുത്ത ആൾ സെലക്ട് ചെയ്തു, ഹെഡ് സ്കിൻ. രണ്ടുപേരെയും സെലക്ട് ചെയ്യുക. ഒരാളുടെ മാത്രം FK മാത്രം 0 ആക്കി കൊടുക്കുക, മറ്റേ 1 തന്നെ കീ കൊടുക്കുക. സെയിം പ്രോസസ്സ് റിപ്പീറ്റ്. ഓക്കെ, ഇപ്പം ശ്രദ്ധിച്ചാൽ മതി. നമ്മളുടെ സ്കിൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് IKൻ്റെ കൂടെ, FKൻ്റെ കൂടെ വർക്ക് ചെയ്യത്തില്ല. എന്നുവെച്ചാൽ FKൻ്റെ കണക്ഷൻ നമ്മൾ നിർത്തി വെച്ചേനെ. അപ്പം നമുക്കിനി FKയിലോട്ടുള്ള കണക്ഷൻ കൊടുക്കാം. സ്വിച്ച് ക്ലിക്ക് ചെയ്യുക, IK FK ക്ലിക്ക് ചെയ്തു. ഇവിടെ നമ്മൾ നേരെ തിരിച്ച് 1 ആക്കി കൊടുത്തു. 1 ആയിരിക്കുന്ന സമയത്ത് ഇവർ എന്ത് സംഭവിക്കണം? നേരെ ഓപ്പോസിറ്റ് ആവും. IK 0 FK 1 ആയിട്ട് വരും. ഓക്കെ, കീ കൊടുക്കുക. സെയിം പ്രോസസ്സ് തന്നെ റിപ്പീറ്റ്. സെലക്ട് ചെയ്തു, 1 മാറ്റി 0 ആക്കി കൊടുക്കുക, താഴത്ത് 1 ആക്കുക, കീ കൊടുക്കുക. നോക്കുക, 2 സ്ഥലവും സെലക്റ്റഡ് ആയിരിക്കണം. പിന്നെ അതുപോലെ ഇവിടെയും സെലക്റ്റഡ് ആയിരിക്കണം. അതാണ് ഇപ്പോൾ എനിക്കിവിടെ ഒരു കംപ്ലൈൻറ്റ് പോലെ വന്നത്. കീ സെറ്റ് ചെയ്ത് കൊടുക്കുക. കണ്ടോ? 1 ഇവിടെയും സെലക്ട് ചെയ്തു. എന്നിട്ട് വേണം ഇവിടെ 0 കൊടുക്കാനായിട്ട്. ഓക്കെ, സെയിം പ്രോസസ് റിപ്പീറ്റ്. 1. ഓക്കെ, എല്ലാവർക്കും കീ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നോക്കുക, ഇതെല്ലാം വർക്ക് ചെയ്യുന്നത് FKൻ്റെ കൂടെ. അതേ ടൈമിൽ നമ്മൾ സ്വിച്ചിനകത്ത്, അതായത് നമുക്കത് ഇതിൻ്റെ ആവശ്യം കഴിഞ്ഞു, ഇത് ഞാൻ മിനിമൈസ് ചെയ്ത് കളഞ്ഞു. സ്വിച്ചിൽ ഞാനിപ്പം സ്വിച്ച് സെലക്ട് ചെയ്തിട്ട് ഇത് 0 ആക്കണേ. 0 ആക്കുന്ന സമയത്ത് IK ആയിട്ടായിരിക്കും നമ്മുടെ സ്കിന്ന് വർക്ക് ചെയ്യുക. അതേ ടൈമിൽ നമ്മളുടെ സ്വിച്ചിൽ FK ആക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് FKൻ്റെ കൂടെ ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഇത് കാണിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പം റൊട്ടേറ്റ് ചെയ്ത് വെച്ചത്. പഴയ രീതിയിലോട്ട് തന്നെ നമുക്കിത് ആക്കി വെക്കാം.
ഓക്കെ, ഞാൻ പഴയ രീതിയിലോട്ട് തന്നെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ബോഡീനായിട്ട് കണക്ഷൻ കൊടുത്തിട്ടില്ല. FK IK സെറ്റ് ചെയ്യുകയാണ് നമ്മൾ ഇത്രയും നേരം ചെയ്തത്. ഓക്കെ, ഇവർ രണ്ടുപേരും ഓക്കെ. അപ്പം ഇനി ബോഡിയിലോട്ട് കണക്ഷൻ കൊടുക്കുക. അപ്പോൾ ഞാൻ സ്കിന്ന് മാത്രമേ ഇപ്പോൾ എടുത്ത് വെച്ചിട്ടുള്ളൂ. വൈറ്റാണ് നമ്മുടെ സ്കിന്ന് വരുന്നത്. ബോഡി ഓൺ ആക്കുക. ബോഡി ഓൺ ആക്കിയ ശേഷം നമ്മളുടെ സൈഡ് വ്യൂ ആണ് എനിക്ക് ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ സൈഡ് വ്യൂ എടുത്ത ശേഷം നമ്മൾ എന്ത് ചെയ്യുക, സ്കിന്നിലോട്ട് നമ്മൾ സ്കിന്നിൻ്റെ റിഗിലോട്ട് നമ്മൾ ഈ ഒരു ബോഡീനെ പാരൻ്റ് ചെയ്ത് കൊടുക്കുക. P ക്ലിക്ക് ചെയ്തുള്ള പാരൻറ്റിംഗ് ആണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. എഡിറ്റിനകത്തുള്ള പാരൻ്റ് തന്നെ P ഷോർട്ട് കട്ട് വരുന്നതാണ്. നോക്കുക, അതായത് സൂം ചെയ്ത് നോക്കി സെലക്ട് ചെയ്തെടുത്താൽ മതി. ധൃതിയൊന്നും പിടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്കത് പെട്ടെന്ന് ചെയ്യാം, നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ബോഡി ഹെഡിൻ്റെ ഭാഗം, ഹെഡിൻ്റെ അവിടെ വരുന്ന എല്ലാ പോർഷൻസും സെലക്ട് ചെയ്ത് വേണം അതിലോട്ട് പാരൻ്റ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, നമുക്ക് നോക്കാം ഇപ്പോൾ അത് വർക്കൗട്ട് ആയോ ഇല്ലെന്ന് അറിയണം. സ്വിച്ച് സെലക്ട് ചെയ്തു. ഇപ്പോൾ ഇത് വർക്ക് ചെയ്യുന്നത് എന്തായിട്ടാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കണം നമുക്ക്. ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് 1F0 ആണ്. 0 എന്ന് പറയുമ്പം IK ആയിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. IKൻ്റെ കൺട്രോളർ സെലക്ട് ചെയ്യുക, മൂവ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ IK ആയിട്ടായിരിക്കും അത് വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ FK ആക്കി കഴിഞ്ഞാൽ, അതായത് നമ്മുടെ സ്വിച്ചിൽ ക്ലിക്ക് ചെയ്ത് FK ആക്കി കഴിഞ്ഞാൽ അത് FK ആയിട്ടും വർക്ക് ചെയ്തു. ഓക്കെ, ആ ഒരു കാര്യം നമുക്ക് ഓക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഒരു കാര്യം കൂടി ഞാൻ ആഡ് ഓൺ ആയിട്ട് പറയാം. അതായത് ഇപ്പോൾ നമ്മളിത് FK ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് IK അവിടെ തന്നെ കിടപ്പുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ ഈ സെയിം കേസ് നമ്മൾ തിരിച്ച് ചെയ്യുന്ന സമയത്ത് IK ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് FK അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. FKൻ്റെ റിഗ് അവിടെ കാണാൻ പറ്റുന്നത്, FKൻ്റെ കൺട്രോളർ അവിടെ കാണാൻ പറ്റുന്നുണ്ട്, കണ്ടോ. അപ്പോൾ അത് നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് വരും, കാണുമ്പോൾ ഒരിതും അങ്ങനത്തെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് ഹൈഡ് ചെയ്യാനുള്ള ഒരു പ്രോസസ്സും കൂടി നോക്കാം. സെയിം ഈ സെറ്റ് ഡ്രിവൻ കീ വെച്ചിട്ടാണ് അത് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ഞാൻ IKനെ ഹൈഡ് ചെയ്യാം. IK നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ IK മാത്രം കിട്ടുന്ന രീതിയിൽ വെച്ചിട്ടുണ്ട്. ഇതെല്ലാം IKൻ്റെ കൺട്രോൾ കാര്യങ്ങളാണ് വരുന്നത്. ഓക്കെ, IKനെ ബേസ് ചെയ്തുള്ള എല്ലാ സാധനങ്ങളും നമ്മളിതിനകത്ത് സെലക്ട് ചെയ്തു. കൺട്രോൾ ബോൺ സെലക്ട് ചെയ്തു, IKൻ്റെ കൺട്രോൾ സെലക്ട് ചെയ്തു, IK ഹാൻഡിൽ സെലക്ട് ചെയ്തു. അവരെല്ലാവരെയും ഞാൻ ഡ്രിവനകത്തോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്, കണ്ടോ. ഇതെല്ലാം IKനെ ബേസ് ചെയ്തിട്ടുള്ള സംഭവങ്ങൾ അല്ലേ. അപ്പോൾ സ്വിച്ചിനകത്ത് IK വർക്ക് ചെയ്യേണ്ടത് 0 ആയിരിക്കുന്ന സമയത്താണ് അല്ലേ. അപ്പോൾ ബേസ് സെലക്ട് ചെയ്തു. ബേസിൽ വിസിബിലിറ്റി എന്ന് പറയുന്നൊരു ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആണ്. ഈ സമയത്ത് അത് ഓൺ ആയിരിക്കണം, കീ കൊടുക്കുക. എന്നാൽ അതേ സമയത്ത് വിസിബിലിറ്റി IK സ്വിച്ചിനകത്ത് 1 ആയിരിക്കുന്ന സമയത്ത് FK ആണ് വർക്ക് ചെയ്യുന്നത്. ആ സമയത്ത് ബേസ് എന്ത് ചെയ്യുക, നമ്മൾ വിസിബിലിറ്റി ഓഫ് ചെയ്യുക, കണ്ടോ, കീ കൊടുക്കുക. സെയിം പ്രോസസ്സ് ബാക്കിയുള്ളവർക്കും. 0 ആയിരിക്കുന്ന സമയത്ത് IK കൺട്രോളർ കാണണം, ഓക്കെ, കീ കൊടുക്കുക. അതേ സമയത്ത് അത് FK1 ഇരിക്കുന്ന സമയത്ത് വിസിബിലിറ്റി ഓഫ് ആക്കുക, കൺട്രോൾ കൊടുത്തു. സെയിം പ്രോസസ്സ് മറ്റേ IK ഹാൻഡിലും കൊടുക്കുക. സ്വിച്ച് 0 ആയിരിക്കുന്ന സമയത്ത് വിസിബിലിറ്റി ഓൺ ആക്കിയിടുക. സ്വിച്ച് 1 ആയിരിക്കുന്ന സമയത്ത് IK ഹാൻഡിൽ വിസിബിലിറ്റി ഓഫ് ആക്കിയിടുക. ഓക്കെ, അപ്പോൾ നമ്മുടെ IKൻ്റെ പ്രോസസ്സ് കഴിഞ്ഞു. സെയിം പ്രോസസ്സ് FKക്കും കൊടുക്കുക. അപ്പം FKനെ എല്ലാത്തിനും സെലക്ട് ചെയ്യുക. FKൻ്റെ കൺട്രോളർ എല്ലാം സെലക്ട് ചെയ്തു, ഡ്രൈവറെ കൊണ്ടുവന്നു. അതായത് ബേസ് FK2 ബേസ് കൺട്രോൾ എല്ലാവരും വന്നിട്ടുണ്ട്. സ്വിച്ച് സെലക്ട് ചെയ്തു, സ്വിച്ചിൻ്റെ കൺട്രോൾ സെലക്ട് ചെയ്തു. 0 ആയിരിക്കുന്ന സമയത്ത് IK ആയിട്ടാണ് വർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇവർ കാണേണ്ട ആവശ്യമില്ല, ഓഫ് ചെയ്യുക, കീ കൊടുക്കുക. ആയിരിക്കുന്ന സമയത്ത് കാണണം, വിസിബിലിറ്റി ഓൺ ആക്കിയിടുക, കീ. സ്വിച്ച് IK ബേസ് കൺട്രോൾ സ്വിച്ച് ഇപ്പോൾ ഏതാ കിടക്കുന്നതെന്ന് നോക്കിയില്ലല്ലോ നമ്മൾ. സ്വിച്ച് കൺട്രോൾ 0 ആയിരിക്കുന്ന സമയത്ത് IK ആണ്. അപ്പോൾ ഇത് വിസിബിലിറ്റി ഓഫ് ആയിരിക്കണം. സെയിം റിപ്പീറ്റ്. യെസ്, എല്ലാവരും വന്നിട്ടുണ്ട്. ഇപ്പോൾ FK ആയിട്ടാണ് ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, കണ്ടോ. FK മോഡിലാണ് വർക്ക് ചെയ്യുന്നത്. ആ സമയത്ത് നമ്മളുടെ IK മോഡ് ഹൈഡായി നിൽക്കണേ, വിസിബിലിറ്റി ഓഫ് ആക്കിയിട്ടാണ് നമ്മൾ. ഓക്കെ,
അതേ സമയത്ത് നമ്മളിപ്പോൾ സ്വിച്ചിനകത്ത് സ്വിച്ച് നേരെ 0-ലോട്ടാക്കി, FK ഓഫായി IK ഓണായി വന്നിട്ടുണ്ട് കണ്ടോ. ഈ രീതിയിൽ നമുക്ക് സ്വിച്ച് കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഈ ഒരു വീഡിയോയിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ പറയാം. ആ ഒരു പാർട്ട് മാത്രമായിട്ട് ഞാനപ്പോൾ സെപ്പറേറ്റ് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാം. അപ്പം അടുത്തൊരു നല്ല കണ്ടൻറ്റായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിലൊക്കെ മീറ്റ് ചെയ്യാം. ഓക്കെ.